ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനവും കവീശ്വരകവീശ്വരവും. എല്ലാവർക്കും നമസ്കാരം. അരണ്യകാണ്ഡത്തിലെ 17ാമത്തെ സർഗമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഇങ്ങനെ ഗോദാവരിയിൽ കുളിച്ച് സുഖമായി കുളിച്ച് 3 പേരും ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. രാമലക്ഷ്മണന്മാർ പൂർവാഹ്നകർമ്മങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേക്കും ചില മുനിമാരൊക്കെ അവിടെ വന്ന് ശ്രീരാമനെ ബന്ധിച്ചു. അവരെയൊക്കെ ആയിട്ട് നല്ല കുറച്ച് നേരം സംവദിച്ച ശേഷം അവരെ പറഞ്ഞയച്ചു. പിന്നെ 3 പേരും ഇരുന്ന് പല കഥകളും തിരിച്ച് ശ്രീരാമൻ പല പഴയ രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും ഭക്തന്മാരുടെയൊക്കെ കഥ പറയാൻ തുടങ്ങി. അങ്ങനെ കഥയിലങ്ങനെ അവർ രസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാമായണത്തിനൊരു ചേഞ്ച് വരുന്നത്, ഒരു ടേണിംഗ് പോയിന്റ്. രാമായണത്തിനൊരു വ്യത്യാസം വരുന്നത്. എതിർച്ഛയ ഒരു രാക്ഷസി അവിടെ എത്തി. ആരാണ്? ശൂർപ്പണഖ. ദേവോപമനായ രാമനെ ദേവന്മാർക്ക് പോലും കുതിക്കും, അപ്സരസുകൾ പോലും കുതിക്കും. അങ്ങനെയുള്ള കന്ദർപ്പസുന്ദരനാണ് ശ്രീരാമൻ. രാമനെ കണ്ടത് അതോടുകൂടി കാമമോഹിതയായി. വാൽമീകിപ്പെട്ട ചില പ്രയോഗങ്ങളുണ്ട്, നല്ല രസമാണ്. സുമുഖം ദുർമുഖി രാമം. സുമുഖനായ രാമനെ ദുർമുഖിയായ ശൂർപ്പണഖ നോക്കി. വൃത്തമധ്യം മഹോദരി. ശ്രീരാമൻ്റെ നടുഭാഗം, വയറിൻ്റെ ഭാഗമൊക്കെ നല്ലോണം വൃത്തത്തിലുള്ളതാണ്, നല്ലോണം ഇങ്ങനെ കടഞ്ഞെടുത്ത മാതിരിയുള്ളതാണ്. ശൂർപ്പണഖയോ മഹോദരി. വിശാലാക്ഷം വിരൂപാക്ഷി. കണ്ണുകൾ വിശാലമാണ്, വിടർന്ന് വലിപ്പമുള്ള കണ്ണുകളാണ് ശ്രീരാമസ്വാമിക്കുള്ളത്. വിരൂപാക്ഷിയാണ് നോക്കിയത്. സുകേശം താമ്രമൂർധജ. ശ്രീരാമചന്ദ്രൻ്റെ കേശങ്ങൾ നല്ല കറുത്ത് ഇടതൂർന്ന് നല്ല ബലിഷ്ഠങ്ങളും നല്ല സ്നിഗ്ധങ്ങളുമായ മുടികളാണത്. അതാണ് കെട്ടി പടക്ഷീരൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. അത് നോക്കണത് ആരാ? താമ്രമൂർധജ. ചെമ്പിച്ച മുടിയുള്ള ആളാണ് അങ്ങോട്ട് നോക്കുന്നത്. പ്രിയരൂപം വിരൂപാസ. പ്രിയരൂപനാ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഭഗവാനെ. വിരൂപയായില്ല ശൂർപ്പണഖ നോക്കി. സുസ്വരം ഭൈരവസ്വന. സംസാരിക്കുകയാണെങ്കിൽ സുസ്വരമാണ് രാമചന്ദ്രൻ്റെ. ശൂർപ്പണഖയോ ഭൈരവസ്വന. ഭൈരവമാണ്, ഭീകരമാണ് ആ സ്വനം പോലും. തരുണം ദാരുണാവൃദ്ധ. തരുണനാണ്, കണ്ട വളരെ യുവാവാണ് ശ്രീരാമചന്ദ്രസ്വാമി. ഇതോ ദാരുണ, ഭീകരയാണ്, വൃദ്ധയാണ്. എത്രയോ കാലമായി ആയിട്ട് വൃദ്ധയാണെങ്കിലും വലിയ വേഷം കെട്ടി നടക്കണമെന്ന് മാത്രം. ദക്ഷിണം വാമഭാഷിണി. നല്ല കാര്യങ്ങളെല്ലാം അനുകൂലമായി സംസാരിക്കുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ. വാമഭാഷിണി, ഇടതായിട്ടുള്ള സംസാരിച്ചാൽ നേരെ തിരിഞ്ഞിട്ടുള്ള വർത്തമാനമേ ഉള്ളൂ ശൂർപ്പണഖയ്ക്ക്. ന്യായവൃത്തം സുദുർവൃത്ത. കാര്യങ്ങൾക്ക് വൃത്തം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ന്യായമായിട്ടുള്ളതാണ് രാമചന്ദ്രൻ്റേത്. നേരെ തിരിച്ചാണ് ശൂർപ്പണഖയുടെ. ദുർവൃത്ത അപ്രിയദർശന. കാണാൻ തന്നെ എല്ലാവർക്കും പ്രിയനാണ് രാമൻ. ശൂർപ്പണഖയായിട്ടോ അപ്രിയദർശനാണ്. ഇങ്ങനെയുള്ള രാമനെ കണ്ട് കാമമോഹിതയായിട്ട് നേരിട്ട് എത്തി ശൂർപ്പണഖ. എന്നിട്ട് ചോദിച്ചു. നല്ല വേഷം കെട്ടിയിട്ടാട്ടോ എത്തി. വേഷമൊക്കെ മാറി നല്ല സുന്ദരിയായിട്ടാണ് എത്തിയത്. എന്നിട്ട് പറയാണ്, താപസവേഷം ആണ് അങ്ങക്ക് കാണുന്നത്, പക്ഷെ കയ്യിൽ വില്ലും അമ്പൊക്കെ ഉണ്ടേനും. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പറയൂ എന്ന് പറഞ്ഞപ്പോൾ രാമൻ ഋജുബുദ്ധിയായിട്ട് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് രാമചന്ദ്രൻ പറയാണ്, കള്ളത്തരമൊന്നുമില്ലാതെ. ദേവന്മാർക്ക് പോലും വിക്രമനായ ദശരഥൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 മക്കളിൽ മൂത്ത പുത്രനാണ് ഞാൻ. ഇളയ ആളാണിതാ ലക്ഷ്മണൻ. ഇതെൻ്റെ ഭാര്യ വൈദേഹി, വിദേഹ രാജാവിൻ്റെ മകളാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ധർമ്മം ചെയ്യണമെന്നും വിചാരിച്ച് ധർമ്മകാംക്ഷിയായിട്ട് ധർമ്മം ചെയ്യാനായിട്ട് ആണ് ഇവിടെ എത്തിയത്. ഇനി താങ്കളുടെ പരിചയപ്പെടൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, നീ ആരാണ്, നീ ആരുടെ പത്നിയാണ്, അല്ലെങ്കിൽ ആരുമായിട്ടാണ് നമുക്ക് ബന്ധം?
ഇത്രയ്ക്ക് അങ്കലാവണ്യം നമുക്ക് വരുത്തി കണ്ടപ്പോൾ നീ ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു രാക്ഷസിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു സൗമ്യമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമി. അപ്പോൾ സുവർണ പറഞ്ഞു, ശരി തന്നെ, അങ്ങ് കണ്ടുപിടിച്ചുവല്ലോ, ഞാൻ രാക്ഷസി തന്നെ, കാമരൂപിണിയാണ്, ഏത് വേഷം എനിക്ക് ധരിക്കാം. അങ്ങ് കേട്ടിട്ടുണ്ടാവും, മഹാവിക്രമനായിട്ട് ലോകം മുഴുവൻ പേടിച്ച് വിറപ്പിക്കുന്ന രാവണനാണ് എൻ്റെ സഹോദരൻ. വിശ്വവസിന് 3 പുത്രന്മാരാണ്. മൂത്തത് രാവണൻ, എപ്പോഴും ഉറങ്ങുന്ന കുംഭകർണൻ, പിന്നെതാ വിഭീഷണൻ, ധർമാത്മാവാണ്, രാക്ഷസന്മാരെ ജ്യേഷ്ഠയൊന്നും ഇല്ലാത്ത ആളാണ് വിഭീഷണൻ. പിന്നെ എൻ്റെ നേരെ സഹോദരന്മാരുടെ ഖരദൂഷണന്മാർ, അതാ അവരിവിടെ ഉണ്ട്. അപ്പം അവരുടെ ആ ബലത്തിൽ ഞാൻ അങ്ങനെ നടക്കുകയാണ്. എനിക്ക് ആദ്യത്തെ ദർശനത്തിൽ തന്നെ താങ്കളെ ഞാൻ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു, ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. എനിക്ക് പല പല കഴിവുണ്ട്, പ്രഭാവമുള്ള ആളാണ് ഞാൻ. പല കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനും മായ കൊണ്ട് പലതും സൃഷ്ടിക്കാനൊക്കെ ഉണ്ട്. അതുപോലെ സ്വച്ഛന്ത ബലഗാമിനിയാണ് ഞാൻ. സ്വന്തം ഇഷ്ടാനുസരിച്ച് ശരീരത്തിന് ശക്തി വരുത്താനും എവിടേക്ക് യാത്ര ചെയ്യാനും പറ്റും. കുറേ കാലം എൻ്റെ ഭർത്താവായിട്ടിരിക്കും അങ്ങ്. ഈ സീതയെ കൊണ്ട് എന്തിനും കൊള്ളാം. ഇവളെ തന്നെ ഒരു വികൃതയാണ്, വിരൂപയാണ്. ഒട്ടും താങ്കൾക്ക് ചേരില്ല ഇവള്. താങ്കൾക്ക് ചേർന്ന് ഞാൻ തന്നെയാണ്. ഈ വിരൂപയായ ഭീകരെ വയറൊക്കെ പുറത്ത് ചാടി കണ്ടില്ലേ, ഒരു വൃത്തിയില്ല. അവളെ ഞാൻ പിടിച്ച് തിന്നാൻ പോവാണ്. ഈ താങ്കളുടെ ഇളവനെയും ലക്ഷ്മണനെയും പിടിച്ച് തിന്നാം. അങ്ങനെ പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങനെ നടക്കാം. ശൈലശൃംഗങ്ങളിലൊക്കെ അങ്ങനെ പറന്ന് നടക്കാം, വനങ്ങളിൽ ചുറ്റിയടിച്ച് നടക്കാം. എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചുകൊണ്ട് ഇതായി ദണ്ഡകവനത്തിലും നടത്താം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് മറുപടി വരികയാണ് അടുത്ത സർഗത്തിൽ. ശ്രീരാമചന്ദ്രായ നമോ നമഃ. നീലാംബുജശ്യാമളകോമളാംഗം സീതാസമാരോപിത വാമഭാഗം ബാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം.